ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കേസ് എടുത്തതിന് പിന്നാലെ നടപടികൾ വേഗത്തിലാക്കാൻ ഇഡിയും മുഖ്യപ്രതി ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ തിങ്കളാഴ്ച കോടതിയെ സമീപിച്ചേക്കും. നഷ്ടത്തിന്റെ ആകെ മൂല്യം കണക്കാക്കി പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടികളും ഉടൻ തുടങ്ങും. SIT പ്രതികളാക്കിയ എല്ലാവരും ഇഡിയുടെ പ്രതിപട്ടികയിൽ ഉണ്ടാകും. 2019 മുതൽ 2025 വരെയുള്ള ഇടപാടുകൾ ഇഡിയുടെ പരിഗണനയ്ക്ക് വരും. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ. ആജ്ഞ, ഈ കേസ് ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലെത്തി നിൽക്കെയാണ് ഇഡിയുടെ കൂടി കടന്നുവരവ്. ഇഡി വരുമ്പോൾ അതിലെ സാമ്പത്തിക ഘടകങ്ങളാണ് പരിശോധിക്കുക. പ്രത്യേകിച്ച് ഇഡിയുടെ പ്രത്യേക അധികാരങ്ങൾ ഉപയോഗിച്ച് ഈ കേസിൽ സ്വത്ത് കണ്ടുകെട്ടുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുമെങ്കിൽ അത് തീർച്ചയായും ഇനി വരും ദിവസങ്ങളിൽ വലിയ സംഭവ വികാസങ്ങളാവും അതുമായി ബന്ധപ്പെട്ടുണ്ടാവുക. എന്തൊക്കെയാണ് ഇഡിയുടെ നീക്കങ്ങളെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ശ്രീജ, മുഖ്യ പ്രതികളായിട്ടുള്ള എല്ലാവരെയും ഇഡി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും SIT പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള എല്ലാവരെയും ചേർത്ത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഇഡി ECIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇഡി ശ്രീജി സൂചിപ്പിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടുക എന്നുള്ള നീക്കത്തിലേക്ക് കൂടി ഒരുപക്ഷെ അത് ഫ്രീസ് ചെയ്യുന്ന ഒരു നീക്കത്തിൽ അടിയന്തരമായി കടന്നേക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിങ്കളാഴ്ച മുഖ്യ പ്രതികൾ അടക്കമുള്ള എല്ലാവരെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ ഒരുങ്ങിയാണ് കൊച്ചി സോണൽ ഡിവിഷൻ. അതേസമയം തന്നെ 2019 മുതൽ 2025 വരെയുള്ള വിവരങ്ങളാണ് ഇഡി അന്വേഷിക്കുന്നത്. അതേസമയം 98 മുതലുള്ള വിവരങ്ങളുടെ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അഴിമതികളും കൃത്യമായി ഇഡി അന്വേഷിക്കുമെന്നാണ്. കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അനുമതിയോടുകൂടിയാണ് ഇഡിയുടെ കൊച്ചി സോണൽ ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്നലെ അറസ്റ്റിലായിട്ടുള്ള തന്ത്രി അടക്കമുള്ള ആളുകൾ അന്വേഷണ പരിധിയിൽ വരും. ഇവരുടെ സ്വത്ത് വിവരങ്ങൾ കൂടുതൽ അന്വേഷിക്കും. ഈ പറയുന്ന കാലയളവിൽ, അതായത് കോടികളുടെ അഴിമതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ടും സ്വർണം പണമാക്കി മാറ്റിയതുമായി ബന്ധപ്പെട്ടുമുള്ള വിവരങ്ങൾ ഇഡി അന്വേഷിക്കുന്നുണ്ട്. ഇതിൽ മാത്രമല്ല PMLA പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കള്ളപ്പണം വരാനുള്ള സാധ്യതകൾ ഏതൊക്കെയാണ്, കള്ളപ്പണം ഇടപാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇഡി ഈ വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ നിന്നുമാണ് ഇഡി ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക അനുമതി വാങ്ങിയ ശേഷം SITയിൽ നിന്നും ഇതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇഡി ECIR നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് ഉള്ളത്. മാത്രമല്ല, ഈ പ്രതികളെ ചോദ്യം ചെയ്ത ശേഷം തിങ്കളാഴ്ച മുതൽ അതിനുള്ള പ്രൊസീജിയർ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ 2 ദിവസം മുൻപ് തന്നെ ഇഡിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇഡി നടത്തി കഴിഞ്ഞിരുന്നതാണ്. പക്ഷേ ഇന്നലെ ECIR രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് തന്നെ ഇതിനിടയിൽ തന്നെ കേരളവുമായി ബന്ധപ്പെട്ട മറ്റു ചില കേസുകളും PV അൻവർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ചില കേസുകൾ കൂടി ഇഡിയുടെ പരിഗണനയിൽ ഇരുന്നത് കൊണ്ടാണ് അതിനൊരു ചെറിയ താമസമുണ്ടായിരുന്നത്. എന്തായാലും ഇന്നലെ ECIR രജിസ്റ്റർ ചെയ്ത ഇഡിയുടെ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. SIT നൽകിയിരിക്കുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നേരത്തെ ഇഡി SITയോട് ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ ഇതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കാൻ വേണ്ടി ഇഡി ഇടപെട്ട സാഹചര്യത്തിൽ SIT ഹൈക്കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കോടതിയുടെ അനുമതിയില്ലാതെ നൽകാൻ കഴിയാത്ത സാഹചര്യം കൂടിയുള്ളതുകൊണ്ട് അത് വിവരങ്ങൾ നൽകിയിരുന്നില്ല. അതേസമയം കൊല്ലം വിജിലൻസ് കോടതിയാണ് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഇഡിക്ക് കൈമാറാൻ ഉത്തരവിട്ടത്. അതിനുശേഷമാണ് ഇഡി രേഖകൾ പരിശോധിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ പരിശോധിക്കുകയും തുടർന്ന് കഴിഞ്ഞ ദിവസം ECIR രജിസ്റ്റർ ചെയ്ത ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ഈ 2019 മുതൽ 2025 വരെയുള്ള ഈ പ്രതികളുടെ എല്ലാം സ്വത്ത് സമ്പാദനം, അതുമായി ബന്ധപ്പെട്ടുള്ള വേരിയേഷൻ, ഇത്ര അനധികൃത സ്വത്ത് സമ്പാദനം ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിച്ച ശേഷം ഈ സ്വത്തുക്കൾ ഫ്രീസ് ചെയ്യാൻ, താൽക്കാലികമായി അറ്റാച്ച് ചെയ്യാനുള്ള നീക്കം ആദ്യം തന്നെ ഇഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും ഒരു പക്ഷേ ഈ സ്വത്ത് കണ്ടുകെട്ടൽ നടപടികളിലേക്ക് കടക്കുക. എന്തായാലും തിങ്കളാഴ്ച മുതൽ ഇതിനുള്ള, അതായത് മറ്റ് ഇതുവരെയുള്ള പ്രതികളെയെല്ലാം ഓരോരുത്തരെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇഡിയുടെ കൊച്ചി സോണൽ ഓഫീസ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.